ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗം ശ്ലോകങ്ങൾ 61, 62, 63, 64. ശ്രീഭഗവാനുവാച താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പര വശേ ഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ച് എന്നിൽ തന്നെ അവബോധമുറപ്പിക്കുന്നവനാണ് സ്ഥിരബുദ്ധിയുള്ളവൻ. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷുപജായതേ സംഗാൽ സംജായതേ കാമാ കാമാത് ക്രോധോഭിജായതേ. ഇന്ദ്രിയ വിഷയങ്ങളെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവയിൽ ആസക്തി ഉണ്ടാവുന്നു. ആസക്തിയിൽ നിന്ന് കാമവും അതിൽ നിന്ന് ക്രോധവും ഉളവാകുന്നു. ക്രോധോദ്ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധത്തിൽ നിന്ന് സമ്മോഹവും അതിൽ നിന്ന് ഓർമ്മപ്പിഴയും ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു. ബുദ്ധിനാശത്താൽ വീണ്ടും ഭൗതികതയുടെ കയത്തിലേക്ക് വീണ് നാശം പ്രാപിക്കുന്നു. രാഗദ്വേഷവിമുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവൈശ്യൈർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തനായി സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭ്യമാകും. ഓം ക്ലീം കൃഷ്ണായ നമഃ.